വീഡിയോയിൽ രണ്ട് വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. രണ്ട് വിഷയങ്ങളിൽ ആദ്യമായിട്ട് ഇസ്രയേലിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സീസ് ഫയർ കഴിഞ്ഞിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സിൽ ഒക്ടോബർ 7, 2023 നടന്ന ഒരു അറ്റാക്കിനെ ചൊല്ലി അവിടെ ഇസ്രയേലിന്റെ ഉള്ളിൽ പാർലമെന്റിൽ നെസറ്റിൽ നല്ല രീതിയിലുള്ള ഡിസ്കഷൻസ് ഉരുത്തിരിഞ്ഞു വന്നു. അപ്പോൾ അതിൽ IDF ചീഫായിട്ടുള്ള ഹെർസി ഗാലവി പുള്ളി ഈ ഒരു അന്വേഷണം കഴിഞ്ഞാൽ പുള്ളിയുടെ മേളിൽ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചത്, അത് എങ്ങനെയാണ്, അപ്പൊ അതിന്റെ കാര്യമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അന്വേഷണത്തിന്റെ ഒടുവിൽ പുള്ളി റിസിഗ്നേഷൻ കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പം ആ പുള്ളിയുടെ കാര്യത്തിലൊരു തീരുമാനം ആയിരിക്കുന്നു ഏകദേശം. പോരാഞ്ഞിട്ട് പുള്ളിയുടെ പ്രായവും കൂടിക്കൊണ്ട് വരികയാണ്. ഏകദേശം റിട്ടയർമെന്റ് ഏജിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് റെസിഗ്നേഷനിലോട്ട് പോകുന്നത്. പിന്നെ IDF ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്തതിൽ എന്താണ് അവർ ഈ ഒരു 14 മാസം കൊണ്ട് നടത്തിയ അച്ചീവ്മെന്റ്സ്, അതിലിപ്പോ ലാസ്റ്റ് ഒരു 3 മന്ത്സിൽ ഹിസ്ബുള്ളയുടെ മേളിൽ നടത്തിയ ഒരു അറ്റാക്കിൽ അവർ നടത്തിയ അച്ചീവ്മെന്റ്സ് എന്തായിരുന്നു, അവരുടെ ഓപ്പറേഷൻ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാനിവിടെ പറയാം. ഏതാണ്ട് 2500 മുതൽ 3000 ഹിസ്ബുള്ള സോൾജേഴ്സിനെ വധിച്ചതായിട്ടാണ് പറയുന്നത്. തീവ്രവാദികളെ കൊന്നു എന്നാണ് അതിന്റെ റിപ്പോർട്ട് പറയപ്പെടുന്നത്. നേരെ ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടാണെങ്കിൽ 4000-ലധികം അവർക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഹിസ്ബുള്ളയുടെ റിപ്പോർട്ട്. അത് കൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 14 ഹെഡ് ഓഫ് ദി ലീഡേഴ്സ്, അതായത് ഉന്നതതല ഉദ്യോഗസ്ഥരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 14 പേരെ കൊന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്, കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇൻക്ലൂഡിങ് ഹസൻ നസ്രുള്ള എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ആണ്. അത് കൂടാതെ ഫുവാദ് ഷുക്കൂർ ഇതിന്റെ ചീഫ് ഓഫ് ദ സ്റ്റാഫ് ആണ് ഹിസ്ബുള്ളയുടെ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ബിഗ് ഹെഡ്സിൽ വരുന്ന 2 ആൾക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തുണ്ടായ നഷ്ടമായിട്ട് വിലയിരുത്തപ്പെടുന്നത്. പിന്നെ കുറെ കമാൻഡോകൾ, ഈ കമാൻഡോകൾ എന്ന് പറഞ്ഞാൽ ബ്രിഗേഡ് കമാൻഡോസ്, 24 ബ്രിഗേഡ് കമാൻഡോസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 27 ബറ്റാലിയൻ കമാൻഡോസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 63ഓളം കമ്പനി കമാൻഡോസെ വധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ അതിലും താഴെ വരുന്ന പറ്റ്ലൂൺ കമാൻഡോസ് എന്ന് പറഞ്ഞാൽ 22 പറ്റ്ലൂൺ കമാൻഡോസ് വധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഹസൻ നസ്രുള്ള, അതേപോലെ ഈ ഒരു ഫുവാദ് ഷുക്കൂർ ഉൾപ്പെടെയുള്ള 14 ഹെഡ് ഓഫ് ദ പൊസിഷനിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെയും വധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു കാഷ്വാലിറ്റി ലോസിൽ ഏറ്റവും കൂടുതൽ കണക്കിൽ എത്തപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ IDF അവിടെ ചെയ്ത ഓപ്പറേഷനെ കുറിച്ച് ഒരു ചെറിയൊരു ബ്രീഫ് കൊടുത്തിട്ടുണ്ട്. ആ ബ്രീഫിൽ IDF 14 ബ്രിഗേഡ് കോമ്പാക്ട് ടീമായിട്ടാണ് പിരിഞ്ഞ് ഈ ഒരു ഗ്രൗണ്ട് ഫോഴ്സിലേക്ക് പോയത്. 14 ബ്രിഗേഡ് കോമ്പാക്ട് ടീം. അത് കൂടാതെ 100 സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമും കൂടെ ഉണ്ടായിരുന്നു. 100 സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം അതും കൂടെ ഉണ്ടായിരുന്നു. ഇതിനും അപ്പുറം 24 ഡിവിഷണൽ ഫോഴ്സ്. ഇത് കൂടാതെ 24 ഡിവിഷണൽ ഫോഴ്സ് ആയിട്ട് അവർ 24 ഡിവിഷൻ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം കൂടെ അവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. സ്പെഷ്യലായിട്ടും ഈ 24 ഡിവിഷൻ വേർതിരിച്ചത് പ്രത്യേകിച്ചും ഈ ഒരു ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പാരാമിലിറ്ററി ഫോഴ്സ് പോലെയുള്ള ഒരു അറ്റാക്കിംഗ് ടീമാണ്. ഈ റദ്വാൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവര് ഈ ഒരു സിറിയ വാറിൽ റഷ്യയുടെ അടുത്തൊക്കെ ട്രെയിനിങ് നേടിയ ടീമുകളാണ് ഈ റദ്വാൻ ഫോഴ്സ്. അപ്പൊ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഗ്രൗണ്ട് ഫോഴ്സിൽ ഈ ഒരു 24 ഡിവിഷണൽ ഫോഴ്സ് ആയിട്ട് അവിടെ പിരിഞ്ഞു പോയത്. ഗ്രൗണ്ട് സെർച്ചിലേക്ക് 24 ഡിവിഷണൽ ഗ്രൗണ്ട് സെർച്ചിന് വേണ്ടിയിട്ടുള്ള ടീമുകളായിട്ടാണ് തിരിഞ്ഞ് 24 പ്ലേസുകൾ ഒരേ ടൈമിൽ ഇസ്രായേലിനെ കൊണ്ട് റൈഡ് നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഫൈറ്റർ ജെറ്റുകളെ കൊണ്ട് ഏതാണ്ട് 14,000 മണിക്കൂർ ഫ്ലൈറ്റ് അവേഴ്സ് ഈ ഒരു ലെബനാന്റെ മേളിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ളയുടെ അസറ്റുകൾ, അതേപോലെ കർദൽ ഹസൻ അതിന്റെ ഫിനാൻഷ്യൽ, അതേപോലെ ഈ വരുമാനം വരുന്ന ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. 12,500 ഏതാണ്ട് 12,500 ഹിസ്ബുള്ള ടാർഗറ്റുകൾ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം മിക്കതും ഹിസ്ബുള്ളയുടെ അസറ്റുകളാണ്. 1600 ഹിസ്ബുള്ള മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. 1600 ഹിസ്ബുള്ള മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ്. ഏതാണ്ട് 1000-ലധികം വെപ്പൺ സ്റ്റോറേജ് ഫെസിലിറ്റി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 1000-ലധികം. 360 ബിൽഡിങ്സ് മാത്രം ബെയ്റൂത്തിൽ അടിച്ച് താഴ്ത്തിയിട്ടിട്ടുണ്ട്. 360 ബിൽഡിങ്സ്. അതായത് ഹിസ്ബുള്ളയുടെ ഒരു സാമ്രാജ്യം തന്നെയാണ് അടിച്ച് താഴ്ത്തിയിട്ടിരിക്കുന്നത്. 1000 സൈറ്റുകൾ, അതായത് 1000-ലധികം സൈറ്റുകൾ ബെക്ക വാലി എന്ന് പറഞ്ഞ അടുത്ത ഒരു സിറ്റി, അതായത് ഈ ബെയ്റൂത്ത് പോലെ തന്നെ വേറൊരു സിറ്റിയാണ് ബെക്ക വാലി എന്ന് പറഞ്ഞാൽ. ബെക്ക വാലിക്കുള്ളിൽ ഏതാണ്ട് 1000-ലധികം സൈറ്റുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ IDF നടത്തിയ ഒരു എയർ സ്ട്രൈക്ക്, അതേപോലെ ഗ്രൗണ്ട് ഫോഴ്സ്, അതേപോലെ ഒരു 30% കൂടെ ഒരു ഡ്രോൺ വെച്ചുള്ള അറ്റാക്കും കൂടെ IDFന്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. അത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ വെച്ചിട്ടുള്ള അറ്റാക്കുകൾ IDF നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഓവറോൾ ആയിട്ട് ഈ ഒരു ഹിസ്ബുള്ളയുടെ മേളിൽ, അതായത് ലെബനാന്റെ മേളിൽ നടന്ന കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ട് നടത്തിയ ഒരു അറ്റാക്കാണ്. അതിലുണ്ടായ ഒരു അച്ചീവ്മെന്റ്സിനെ കുറിച്ചാണ് ഈ ഒരു വിവരണം വന്നിരിക്കുന്നത്. പിന്നെ ഒരു 10-15 വർഷം പുറകോട്ട് സഞ്ചരിച്ചിരിക്കുന്ന ഏർപ്പാടാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ ഒരു സീസ് ഫയർ വയലേഷൻ നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ആ സ്പോട്ട് ഇസ്രയേൽ അറ്റാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ശക്തമായ രീതിയിലുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കർശനമായ നടപടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പിന്നെ എടുക്കുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നോർത്ത് ലെബനാൻ ഭാഗത്താണ് ഇന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു ഡ്രോൺ പോയി പിന്നെ അവിടെ അറ്റാക്ക് നടത്തിയതായിട്ട് പറയപ്പെടുന്നത്. അപ്പം സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം ഇസ്രായേലിലോട്ട് ഹെസ്ബുള്ളയുടെ ഒരു റോക്കറ്റും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ കുറച്ച് സംയമനം പാലിച്ചിരിക്കുന്നത്. ഇതൊരു വാണിംഗ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഈ ബന്ദികളെ വിട്ടുകിട്ടണം എന്നുള്ളതിൽ ഇസ്രായേൽ വളരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. അതുവരെ അറ്റാക്ക് തുടരും. കഠിനമായ അറ്റാക്ക് ഗാസയ്ക്കുള്ളിൽ നടക്കുകയാണ്. ഇനി ഗാസയിൽ ഒട്ടുമിക്ക ബിൽഡിങ്ങുകളും ഇനി ബാക്കിയിരിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഹമാസ് എത്രയും വേഗം സറണ്ടർ ആവുക, ഈ ബന്ദികളെ വിട്ടുതരിക എന്നുള്ളതാണ് ഒരു കൃത്യമായ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സീസ് ഫയർ ടോക്ക് ഈജിപ്റ്റ് അതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ IDF ഗാസയ്ക്കുള്ളിൽ തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വസ്തുത. കണ്ടാൽ തന്നെ വളരെ വ്യക്തമാണ്. ഓരോ നിമിഷവും ഹമാസ് ബന്ദികളെ റിലീസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഓരോ സമയവും അവർക്ക് ഗാസയ്ക്കുള്ളിൽ പിന്നെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം ഇസ്രായേലിന്റെ IDF നടത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ സിറിയയ്ക്കുള്ളിൽ ഒരു ജിഹാദ് ഗ്രൂപ്പ് ഉണ്ട്, ഹയാത്ത് താഹിർ അൽഷാം എന്ന് പറഞ്ഞാണ് ആ ഒരു ജിഹാദ് ഗ്രൂപ്പിന്റെ പേര്. ആ ജിഹാദ് ഗ്രൂപ്പ് ഇപ്പൊ അത് ആസാദിനെതിരെ അവിടെ ഒരു ഫൈറ്റിംഗുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ ഒരു മിലിറ്ററി ബേസ്, ഒരു ഏറ്റവും വലിയൊരു മിലിറ്ററി ബേസ്, സിറിയയുടെ മിലിറ്ററി ബേസ് പിടിച്ചെടുത്തതായിട്ടാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഷിയ സുന്നി കോൺഫ്ലിക്ട് തന്നെ അവിടെ ഇതുവരെ തീരാത്തൊരവസ്ഥയിലാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സിറിയയിലെ ആസാദ് പേടിച്ച് ഒരു മൂലയിൽ അങ്ങ് ഇരിക്കുന്നത്. കാരണം വേറെ ഒന്നിനും പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സൗദി അറേബ്യയുടെ വിഷയം കൂടെ പറയാനുണ്ട്. സൗദി അറേബ്യയുടെ നിയോം പ്രോജക്റ്റും അതിനെ ചൊല്ലി ചെറിയൊരു വിഷയം പറയാനുണ്ട്. പക്ഷെ അതിന് മുമ്പ് UAE-യിൽ നടന്ന ഒരു വിഷയം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. UAE-യിൽ പറയാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇത്രയും അറബ് രാഷ്ട്രങ്ങൾ പിന്നെ ഇസ്രയേലിനെ കുറിച്ചുള്ള പിന്നെ വിവിധ തരത്തിലുള്ള കമന്റുകൾ, റെസൊല്യൂഷൻ ഇതെല്ലാം പാസ്സാക്കിയ സമയത്തും ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇസ്രയേലിന്റെ കൂടെ നിന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് UAE തന്നെയാണ്. ഈ UAE-യിൽ ഇപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു പിന്നെ ഇസ്രയേലി പൗരനെ കൊലപ്പെടുത്തിയ ഒരു കേസ്, അതായത് ഒരു ഇറാൻ പ്രോക്സിയെ വെച്ച് കൊലപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിൽ നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായിട്ട്, അതായത് ഈ ഒരു കൊലപാതകം ഇസ്രയേലിനും UAE-ക്കും ഇടയിലുള്ള അബ്രഹാം അക്കോർഡിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയതാണെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം അതിന്റെ റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതിനെ ചൊല്ലി UAE ഇസ്രയേൽ ബന്ധം അങ്ങ് പെട്ടെന്ന് തകർന്ന് താറുമാറാവും എന്നുള്ള രീതിയിലുള്ള അലിഗേഷൻസും വാർത്തകളൊക്കെ പല സ്ഥലത്തു നിന്നും പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. UAE-യും ഇസ്രയേലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്. മൊസാദും UAE-യുടെ ഇന്റലിജൻസും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്. UAE-യുടെ ഈ കേസിനെതിരെ അവരെടുത്ത നടപടിയിൽ ഇസ്രയേൽ വളരെ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാറ്റിസ്ഫൈഡ് ആണെന്ന് മാത്രമല്ല, അവര് മുന്നോട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശക്തമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, UAE എന്തുകൊണ്ടാണ് ഇസ്രയേലിന്റെ കൂടെ ശക്തമായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UAE, സൗദി അറേബ്യ ഇവരൊക്കെ ഈ ഒരു OIC-യിൽ സൈൻ ചെയ്തുകൊണ്ട് ഇവർക്ക് കുറച്ച് റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതനുസരിച്ച് ഇവര് പിന്നെ സൗദി അറേബ്യ ഒരു സ്ഥലത്ത് വാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളൊക്കെ അതിന്റെ കൂടെ നിൽക്കുന്നതാണ് പതിവ്. അപ്പൊ ആ രീതിയിൽ നിന്നതാണ് 2014-15 കാലഘട്ടങ്ങളിൽ ഈ യമനിലുള്ള ഹൂത്തീസിനെതിരെ പോയി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയിരുന്നത്. ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ ഉൾപ്പെടെയാണ് പോയി സപ്പോർട്ട് ചെയ്ത് അത് ഫൈറ്റ് ചെയ്തത്. പക്ഷെ അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ വാർ അവിടെ നിരുപാധികം ഹൂത്തികളെ അടിച്ചൊതുക്കാൻ പറ്റാതെ ഇത് അവസാനിപ്പിക്കേണ്ടി വന്നത് മാത്രമല്ല, കുറെ ബറ്റാലിയൻസിന് നഷ്ടപ്പെടേണ്ടി വന്നു. അതിൽ സൗദി അറേബ്യക്ക് ഏതാണ്ട് 1000-1500-ലേറെ, ഏതാണ്ട് 1000 മുതൽ 3000 ബറ്റാലിയൻസിനെ നഷ്ടപ്പെട്ടു എന്നാണ് സൗദി അറേബ്യയുടെ ക്ലെയിം. അതേപോലെ UAE-ക്ക് ആണെങ്കിൽ 120 മുതൽ 130 വരെയുള്ള സോൾജേഴ്സിനെ ഭടന്മാരുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ UAE വളരെയധികം പിന്നെ കോൺഷ്യസ് ആണ്, അത് വളരെയധികം കൺസേൺ ആണ് അതിനകത്ത്. UAE-ക്ക് യമനിൽ ഉണ്ടായ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ, അതായത് UAE-യുടെ 45 സോൾജേഴ്സ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹൂത്തികൾ അതിന്റെ മേളിൽ ബോംബ് ഇടുകയായിരുന്നു. ബോംബ് ഷെല്ല് വർഷിച്ച് അവരെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഒരു പിന്നെ ആഘാതം UAE-ക്ക് നല്ല രീതിയിലുണ്ട്. അതിന്റെ പിന്നെ കണക്ക് ഏത് രീതിയിലെങ്കിലും UAE വീട്ടിയിരിക്കും. അത് ഹൂത്തീസിന് അത് മനസ്സിലായില്ലെങ്കിൽ UAE അത് മനസ്സിലാക്കി കൊടുക്കുക തന്നെ ചെയ്യും. UAE-യിൽ ശരിക്കും നവംബർ 30 എന്ന് പറയുന്നത് കോമമറേഷൻ ഡേ ആയിട്ടാണ് അവർ ആചരിക്കുന്നത്. ഇത് ഈ മരണപ്പെട്ട പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഓർമ്മ പുതുക്കൽ ദിവസമായിട്ടാണ് ഇതിനെ ആചരിക്കുന്നത്. ഇത്രയും കൃത്യമായിട്ട് നാടിനു വേണ്ടി പൊരുതി മരണപ്പെട്ട ഈ ഒരു പിന്നെ പട്ടാളക്കാർക്ക് വേണ്ടി ഒരു ദിവസം വരെ ഓർത്ത് ആചരിക്കുന്ന ഒരു രാജ്യം എങ്ങനെയാണ് പിന്നെ വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോവുക? അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് പിന്നെ UAE കൃത്യമായിട്ട് ഇതിൽ നിന്നൊരു ഡിസ്റ്റൻസ് പാലിക്കുന്നത്. മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും UAE-യുടെ നിലപാട് യുണീക്കാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, UAE-യും ഇസ്രയേലും കൂടെ ചേർന്നിട്ട് ഒരു പണി ഒപ്പിക്കുന്നുണ്ട്. ആ പണി ഹൂത്തികൾക്കെതിരെയുള്ള പണിയാണ്. പിന്നെ ഞാൻ പറയാൻ പോകുന്ന രാജ്യമാണ് ഈ സൊമാലിയ എന്ന് പറഞ്ഞത്. ഈ സൊമാലിയ എന്ന് പറഞ്ഞ രാജ്യത്തിൽ UAE-ക്ക് നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ മാപ്പിൽ ഞാൻ കാണിക്കുന്ന സ്ഥലമാണ് സൊമാലിയ. ഈ ബാബൽ മന്ദർ എന്ന് പറഞ്ഞ ഗൾഫ് സ്റ്റേറ്റിന്റെ ഇടയിലാണ് ഈ ഒരു പിന്നെ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ യമന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ ഈ ലൊക്കേഷൻ, അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ
ഇമ്പോർട്ടൻസ്. ഏതാണ്ട് 750 കിലോമീറ്ററോളം ലെങ്ത് ഉള്ള പിന്നെ റെഡ് സീയിലേക്കുള്ള കടൽ തീരമുള്ള ഒരു പിന്നെ നാടാണ് ഈ ഒരു സൊമാലിയ. അതിൽ ഈ സൊമാലിയ എന്ന് പറയുമ്പോഴത്തേക്കും അത് പണ്ട് ഇത് രണ്ട് നാടായിട്ടാണ്. അതായത് പിന്നെ സൊമാലിലാൻഡ് എന്നാണ്. സൊമാലിലാൻഡ് ഇപ്പൊ സെപ്പറേറ്റ് ഒരു രാജ്യമാണ്. അപ്പൊ ഈ സൊമാലിയ എന്ന് പറഞ്ഞ രാജ്യം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ സൊമാലിയ 2 സ്റ്റേറ്റുകളായിട്ടാണ് നിന്നിരുന്നത്. മുസോളിനിയുടെ പിന്നെ ഭാഗമായിട്ടുള്ള ഇറ്റലിയും അതേപോലെ ബ്രിട്ടീഷും കൂടെ ചേർന്നാണ് ഇതിനെ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏതാണ്ട് 1960 അത് കാലക്രമേണ ബ്രിട്ടീഷ് മാത്രമായിട്ട് ഇതിനെ ചേർത്ത് ഭരിക്കുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് ഒരു കാലത്ത് ഡോമിനേറ്റ് ആയപ്പോഴത്തേക്കും ഇറ്റലി കുറച്ച് ക്ഷയിച്ച സമയത്ത് ബ്രിട്ടീഷാണ് ഇതിന്റെ മൊത്തത്തിൽ അതിനെ റൂൾ ചെയ്തത്. അങ്ങനെ റൂൾ ചെയ്ത സമയത്താണ് ഇതിനെ സൊമാലിയ എന്ന് പറഞ്ഞാൽ ഒറ്റ ലാൻഡ് ആക്കിയിട്ട് അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ 1960 അവിടെ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമയത്ത് ഇതിനെ സൊമാലിയ എന്ന് പറഞ്ഞ് ഒറ്റ ലാൻഡായിട്ടാണ് സ്വാതന്ത്ര്യം കൊടുത്ത് മടങ്ങിയത് ബ്രിട്ടീഷുകാർ പോയത്. ആ സമയം തൊട്ടേ അവിടെ ഒരു ചെറിയൊരു പിന്നെ രണ്ട് കൂട്ടർക്കും തമ്മിൽ ചെറിയൊരു മുറുമുറുപ്പുണ്ട്. അപ്പൊ അങ്ങനെ 1991 ഈ സൊമാലിയ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറുകയാണ് ചെയ്തത് 1991. അപ്പൊ 1991 മുതലേ സൊമാലിലാൻഡ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് രാജ്യമാണ്. പക്ഷെ അത് ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. മറ്റുള്ള ലോകരാജ്യങ്ങളൊന്നും അതിനെ അംഗീകരിച്ചിട്ടില്ല. ഈവൻ UN പോലും അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും സൊമാലിലാൻഡ് ഒരു സെപ്പറേറ്റ് നാടായിട്ട് തന്നെ, ഒരു സ്പെഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് തന്നെയാണ് തുടരുന്നത്. വേണമെങ്കിൽ നമുക്ക് ചൈനയുടെ അടുത്തുള്ള തായ്വാൻ അതേപോലെയൊക്കെ പറഞ്ഞു വെക്കാം. പക്ഷെ അത് പിന്നെ സെപ്പറേറ്റ് ഐലൻഡ് ആയിട്ട് ഇരിക്കുന്നു. ഇത് ലാൻഡിനോട് കണക്റ്റീവ് ആണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പുറത്ത് എത്യോപ്യ ഉണ്ട്. എത്യോപ്യ എന്ന് പറയുന്ന ഒരു ലാൻഡ് ലോക്ക്ഡ് നേഷൻ ആണ്. കാരണം അവർക്ക് ഒരു പോർട്ട് ആവശ്യമുണ്ട്. അപ്പൊ അവിടെ ഒരു സീ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് വളരെ അടുത്തുള്ളത് ഒന്നെങ്കിൽ ജിബോട്ടി, അല്ലാന്നുണ്ടെങ്കിൽ ഈ സൊമാലിലാൻഡിലുള്ള ഈ ഒരു പോർട്ടാണ്, ഈ ബെർബറ പോർട്ട്. ഈ ബെർബറ പോർട്ട് 2018-19 ആ ഒരു കാലഘട്ടങ്ങളിൽ UAE ഇത് ഏറ്റെടുക്കുകയും ഏതാണ്ട് ഇത് റീഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരികയും നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ചെയ്ത് അടിപൊളി ഒരു പോർട്ടാക്കി വെച്ചിരിക്കുകയാണ്. UAE സംബന്ധിച്ചിടത്തോളം ആ പോർട്ട് കൺട്രോൾ ചെയ്യുന്നത് UAE ആണ്. ഏതാണ്ട് 51% സ്റ്റേക്ക് അതിനകത്ത് ഹോൾഡ് ചെയ്യുന്നത് UAE ആണ്. പ്രത്യേകിച്ച് ദുബായ്, DP വേൾഡ് ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ 30% സ്റ്റേക്ക് അതിനകത്ത് ഹോൾഡ് ചെയ്യുന്നത് ഈ സൊമാലിലാൻഡ് എന്ന് പറഞ്ഞ ആ രാജ്യം തന്നെയാണ് അതിനെ പിന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ 19% അഡീസ് അബാബെ എന്ന് പറഞ്ഞാൽ അറിയാലോ, എത്യോപ്യയുടെ തലസ്ഥാനം. എത്യോപ്യയാണ് 19% അതിന്റെ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത്. ഈ 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഈ പോർട്ട് നയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പ്ലസ് പോയിന്റ് അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ UAEയും ഇസ്രയേലും കൂടെ ചേർന്ന് ഇസ്രയേലിന്റെ ഒരു മിലിറ്ററി ബേസ് അത് ഈ ഒരു സൊമാലിലാൻഡിൽ സ്ഥാപിക്കാൻ പോവാണ്. അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ഇതിന്റെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. UAEക്ക് ഓൾറെഡി തന്നെ മിലിറ്ററി ബേസ് അവിടെ ഉണ്ട്, സൊമാലിലാൻഡിലുണ്ട്. ആബ്രഹാം അക്കോർഡിന് ശേഷം ഇസ്രയേലുമായിട്ട് നല്ല രീതിയിലുള്ള മിലിറ്ററി ടൈഅപ്പ് UAEക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. അപ്പൊ അവിടെ ഒരു മിലിറ്ററി ബേസ് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇസ്രയേലിന് ഒരു മിലിറ്ററി ബേസ് സൊമാലിലാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഹൂത്തികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പണിയായിരിക്കും അത്. കാരണം ഇസ്രായേൽ ഇത്രയും ദൂരം ചെന്ന് ഹൂത്തികളെ, ഇപ്പൊ ഇസ്രായേലിന്റെ ലാൻഡ് ഓഫ് ഇസ്രായേലിൽ നിന്നും ഹൂത്തികളെ ഇപ്പൊ അറ്റാക്ക് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളത് ഒരു വലിയ ചാലഞ്ചാണ്. ഏതാണ്ട് 2000+ കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ഒരുപാട് ചാലഞ്ചിങ് എടുക്കുന്ന ഒരു അറ്റാക്കിംഗ് മെത്തേഡാണ്. പ്രത്യേകിച്ച് ഹൂത്തിയെ ഇത്രയും ഡിസ്റ്റൻസിൽ പോയി അറ്റാക്ക് ചെയ്യുന്ന ഒരു ചാലഞ്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് കുറച്ച് ഇങ്ങനെ ഇസ്രായേൽ എപ്പോഴും ഈ ഒരു പിന്നെ US-ഉം UK ഒക്കെ അവിടെ കൊണ്ട് വാർഷിപ്പ് ഹോൾട്ട് ചെയ്ത് അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അതാണ് ഇപ്പൊ അവിടെ ഒരു അവസ്ഥ. പക്ഷെ അതേസമയം ഈ ഒരു സൊമാലിലാൻഡിനാണ് ഇപ്പൊ ടാർഗറ്റ്. ഏറ്റവും കൂടുതൽ അവിടെ ഈ ഇൻഫ്ലുവൻസ് നടത്തുന്നതും ഈ സൊമാലിലാൻഡിന്റെ ആ ഒരു പോർട്ടിൽ, ആ ഒരു ഭാഗത്ത്, സൊമാലിലാൻഡിന്റെ ഭാഗത്ത് ഒരു എയർബേസ് UAEയുടെ സപ്പോർട്ടോടുകൂടി ഇസ്രയേൽ അവിടെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ വാർത്ത വളരെ വൈകാതെ തന്നെ പുറത്തു വരികയും ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഷിയ റെജീമിന് ഇതൊരു തിരിച്ചടിയായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. സൗദി അറേബ്യ ഏതാണ്ട് 101 ബില്യൺ റിയാല് ഡെഫിസിറ്റ് നേരിടുന്നുണ്ട്. 2025 ബഡ്ജറ്റിലാണ് ഇതൊരു റിഫ്ലക്ഷൻ വന്നിരിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ട് കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ നിയോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഷൻ 2030 എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യ ഇനിഷ്യേറ്റ് ചെയ്ത ആ പ്രോജക്റ്റിന്റെ പ്രോഗ്രസിൽ വന്ന ഒരു ഇടിവാണ് ഈ ഒരു പിന്നെ താഴ്ചയ്ക്ക് കാരണം എന്നാണ് പറയപ്പെടുന്നത്. അത് ഒരു കാരണം ഈ ഒരു നോൺ ഓയിൽ മേഖലയിൽ സൗദി അറേബ്യ റവന്യൂ കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഇടയിലാണ് അവരുടെ ബഡ്ജറ്റ് കുറെ കാലം കൊണ്ട് തന്നെ കുറച്ചാണ് താഴ്ന്നിരുന്നത്. പക്ഷെ ഇത്തവണ കുറച്ച് നല്ല രീതിയിൽ താഴ്ന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഏതാണ്ട് ഈ ഒരു 101 ബില്യൺ റിയാൽ എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് $26 ബില്യൺ വരും. അത് $26 ബില്യൺ അവർക്ക് ഒരു ഡെഫിസിറ്റ് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡെഫിസിറ്റ് നേരിട്ടാൽ അറിയാലോ, ഇൻഫ്ലേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഇൻഫ്ലേഷൻ ആയിരിക്കും. പിന്നെ ഇവർക്ക് ഓൾറെഡി കുറച്ച് ബാക്കപ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അവരുടെ റവന്യൂ ബേസിസിൽ അവരുടെ PNL
റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഡെഫിസിറ്റ് അതിനകത്ത് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ലിറ്ററലി അവർ വരുന്ന ഒരു ഇൻകം അതിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഓവറോൾ GDP വെച്ച് നോക്കുമ്പോഴത്തേക്കും 2.3% കഴിഞ്ഞ വർഷത്തിൽ നിന്നും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നടക്കുന്ന ഈ ഒരു യുദ്ധം തന്നെയാണ് ഇതിനെല്ലാം മെയിൻ ആയിട്ടുള്ള കാരണമായിട്ട് വിലയിരുത്തുന്നത്. കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.